ഇവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും എന്റെ ശരീരം വൈബ്രേറ്റ് ആകുന്നു. കാരണം നൂറ് സാദാത്തിന് തങ്ങൾ ഉസ്താദിനെ സ്റ്റേജിൽ കുറെ നേരം ഇരുത്തിയിട്ട് ഞങ്ങൾക്കാർക്കും ഒരിടത്തും പ്രസംഗിച്ചിട്ട് പരിചയമില്ല. തങ്ങൾ ഉസ്താദ് വേദിയിലോട്ട് കയറി വന്നാൽ അതോടുകൂടെ എത്ര വലിയ പ്രഭാഷകരായാലും അവിടെ സംസാരം അവസാനിപ്പിക്കലാണ്. അതങ്ങനെയാണ് പതിവായി വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, ഇനി വേറൊന്നുമില്ല, തങ്ങൾ ഉസ്താദിന്റെ സംസാരവും ദുആയും മാത്രമാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. പക്ഷേ എന്റെ ദർസിൽ ദീർഘകാലം ഓതിപ്പടിച്ച് പൂർണ്ണമായും ഓതിപ്പടിച്ച് ഞങ്ങളെ പൊരുത്തം പൂർണ്ണമായും വാങ്ങിയ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾക്ക് തുല്യരായ അനുചർക്ക് തുല്യരായ ഞങ്ങളെ ശിഷ്യന്മാര് 11 പേര്, ഈ മുന്നിലെ കസേരയിലിരിക്കുന്ന 11 മക്കള്, അവരിതാ ഇത്തവണ ഇവിടത്തെ പഠനം പൂർത്തീകരിച്ച് മർക്കസിലേക്കും ജാമിഅ സഅദിയയിലേക്കും മഅദിനിലേക്കും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ സെലക്ഷൻ ലഭിച്ച് അവർ ഉപരിപഠനത്തിന് പോവാണ്. അവർക്ക് മെമന്റോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ ആ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ സ്വന്തം തങ്ങൾ ഉസ്താദായ നൂറ് സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടായിരിക്കണം അവർക്ക് മെമന്റോ നൽകി യാത്രയപ്പ് നൽകുന്നതെന്ന് ദിവസങ്ങളോളം ഞാൻ ആഗ്രഹിച്ചതാണ് എന്ന് ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, ഇന്ന് എനിക്ക് ധൃതിയില്ല, ഇന്ന് ഇവിടത്തെ എല്ലാം കഴിഞ്ഞിട്ട് മതി എനിക്ക് പോകാൻ, ഞാൻ ഇന്നിവിടെ ധൃതി കാണിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു വാക്ക് പറഞ്ഞു, അറിയാതെ എന്റെ കണ്ണിന്ന് വെള്ളം വന്നുപോയി. എന്നോട് പറഞ്ഞു, ഇത് എന്റെ പരിപാടിയാണ്, എന്റെ പരിപാടിയിൽ ഞാൻ തിക്കും തിരക്കും കാണിക്കാറില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് ഈ സ്നേഹത്തിന് പകരം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതൊന്നു മാത്രമാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള സയ്യിദാണ്. പ്രിയപ്പെട്ടവരെ, ബായാറ് മുജമ്മയിൽ നടക്കുന്ന മാസിക സ്വലാത്തിൽ പോയി കൂടിയവരാണ് നിങ്ങൾ. കേവലം ബായാറ് മാത്രമല്ല, തങ്ങളുടെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തിങ്കലിലെ സ്വലാത്ത് എത്ര ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. കേവലം ബസ്സുകളിൽ മാത്രമല്ല, കാറുകളിൽ മാത്രമല്ല, വാഹനങ്ങളിൽ മാത്രമല്ല, ടൂ വീലറുകളിൽ മാത്രമല്ല, എന്തിനേറെ പറയണം, ICUയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന രോഗികളെയും പേഷ്യന്റുകളെയും കൂട്ടിയിട്ട് ആംബുലൻസിൽ കടത്തിയിട്ട് തങ്ങൾ പാപ്പയുടെ മുജമ്മയിലെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്കും കാടാമ്പുഴ ജാറത്തിങ്കലെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്കും രോഗികളെ കൊണ്ടുപോകുന്നതിന്റെ നിരകള് നിങ്ങൾ കാണുകയല്ലേ സഹോദരങ്ങള്? എത്ര രോഗികളാണ് അവിടുന്ന് ശമനം ലഭിച്ച് തിരിച്ചു പോയിട്ടുള്ളത്. ചരിത്രം സാക്ഷിയാണ്. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, ഇത് പർവ്വതീകരിച്ച് പറയുകയല്ല, ചരിത്രത്തിന്റെ സാക്ഷിയാണ്, ചരിത്രത്തിന്റെ ആവർത്തനമാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഇന്ന് തങ്ങൾ ഉസ്താദിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും കാസർഗോട്ടിൽ നിന്നും എന്തിനേറെ ഞങ്ങളെ കർണാടകയിലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, കൊടക് ജില്ലയിൽ നിന്നും ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നും തങ്ങൾ ഉസ്താദിന്റെ ഈ സദസ്സിലൊന്ന് സംബന്ധിക്കണമെന്ന ആ മഹാ താല്പര്യത്തോടെ ഇവിടെ എത്തിയ മാന്യ മഹാജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ മറക്കപ്പുറത്തിരിക്കുന്നത് ഫുള്ളായി ആ ഒരു ഓഡിറ്റോറിയത്തിൻ ചോട്ടിൽ സ്ത്രീകളാണ്. അതുപോലെ ലൈവിലൂടെ എത്രയോ ആളുകൾ തങ്ങൾ ഉസ്താദിന്റെ ദുആയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തങ്ങൾ ഉസ്താദ് ഞങ്ങളെ തീർച്ചയായും സന്തോഷിപ്പിക്കും. അവസാനിപ്പിക്കട്ടെ, ഒരുപാട് പേർക്ക് ദുആ ചെയ്യാനുണ്ട്.